അഭിനന്ദരി, ശിവഗിരിയുടെ ഈ പുണ്യഭൂമിയിൽ ഒരു കഥ പറയാൻ അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കഥാപ്രസംഗ പരിപാടി സവിനയം സമാരംഭിക്കട്ടെ. അഭിവാദ്യങ്ങൾ. ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം വയനാടൻ ചുരം കയറുകയാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട ജയരാജ് സാർ വയനാടിനെ കുറിച്ച് KJ ബേബിമാഷയുടെ ഗാനം ഞങ്ങൾക്ക് പാടിത്തരുന്നു. ഞങ്ങൾ ഏറ്റുപാടുന്നു. ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ് ഒരു ഹെയർ പിൻ വളവ് തിരിയുമ്പോൾ സാറ് വിളിച്ചു പറയുന്നു, ഡ്രൈവർ കേട്ടോ, ആ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തണേ. ബസ് നിന്നു. കുട്ടികളെ, ദേ അത് കണ്ടോ, ആ മരം കണ്ടോ? ആ, അതാണ് ചങ്ങല മരം. ആ മരത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചങ്ങല കണ്ടോ? ആ ചങ്ങല കൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുകയാണ്. ആരുടെ ആത്മാവിനെ മാഷേ? കരിന്തണ്ടന്റെ ആത്മാവിനെ. കരിന്തണ്ടനോ? അതാരാ മാഷേ? ആദിവാസി മൂപ്പനായിരുന്നു കരിന്തണ്ടൻ. വയനാടൻ കുന്നുകളിലേക്ക് വഴികാട്ടിയ കരിന്തണ്ടൻ. ഞങ്ങളെല്ലാം ബസ്സിൽ നിന്നിറങ്ങി ആ മരത്തിന് ചുറ്റും ഒത്തുകൂടി. എന്തിനാ മാഷേ കരിന്തണ്ടന്റെ ആത്മാവിനെ ഈ മരത്തിൽ തളച്ചിട്ടത്? അതൊരു കഥയാണ്, ഞാൻ പറഞ്ഞു തരാം. അഭിവന്ദരി, ബ്രിട്ടീഷുകാരുടെ കൊടും ചതിയുടെ കഥ, ചരിത്രം തമസ്കരിച്ച ആദിവാസി മൂപ്പന്റെ കഥ. കരിന്തണ്ടൻ കാലഘട്ടം. നാട്ടുരാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കി ആധിപത്യം ഉറപ്പിക്കുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോഴിക്കോട്ട് സാമൂതിരിയെയും കീഴടക്കി. ബ്രിട്ടീഷ് സേന വയനാട്ടിലെത്തി. നിത്യഹരിതമായ വയനാടൻ മലനിരകൾ. ബ്രിട്ടീഷ് സൈന്യാധിപന്മാരായ കേണൽ മക്ലോദും കേണൽ ഹാംസ്റ്റണും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. മലബാർ നമ്മുടെ കൈപ്പിടിയിലായി കഴിഞ്ഞു. ശ്രീലങ്ക പട്ടണത്ത് ടിപ്പുവിനോട് ഏറ്റുമുട്ടുക, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അവിടെ എത്താൻ എളുപ്പമാർഗം ഇവിടമാണ്. ഈ മലകളിലൂടെ ഒരു പുതിയ പാത നമുക്ക് കണ്ടെത്തണം. പക്ഷേ ഈ മലകൾക്കപ്പുറത്തേക്ക് കടക്കുന്നത് അത്ര എളുപ്പമല്ല മിസ്റ്റർ ഹോംസ്റ്റെഡ്. അതിനൊരു വഴിയുണ്ട്. എഞ്ചിനീയർ റോബർട്ട് വില്യം. ഇംഗ്ലണ്ടിൽ നിന്നും പ്രഗത്ഭനായ എഞ്ചിനീയർ റോബർട്ട് വില്യമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അടിവാരത്തെത്തി. പക്ഷേ വന്യമൃഗങ്ങൾ യഥേഷ്ടം ഹരിക്കുന്ന ആ കൊടുങ്കാട്ടിൽ യാതൊരു വഴികളും അവർക്ക് കണ്ടെത്താനായില്ല.
റോബർട്ട് വില്യംസിന്റെ നേതൃത്വ പ്രകാരം പല സംഘങ്ങളും ഉൾവനത്തിലേക്ക് പോയി. പക്ഷേ പോയവരാരും തിരിച്ചു വന്നില്ല. ഈ പാത നിർമ്മാണം അധികം ദുർഘടമാണ്. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം പിന്മാറിയില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ കാടിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ വേണം. എങ്കിലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരാളെ കണ്ടെത്തണം. കേണൽ ഹോംസ്റ്റന്റെ തോട്ടക്കാരൻ ഒരാളുണ്ട്, തങ്കൻ. അയാളാണ് പറഞ്ഞത്, അങ്ങനെ ഒരാളുണ്ട് യജമാനെ. ആരാണത്? കാട്ടുകൊമ്പന്റെ ഉഷിരത്തവൻ, പണിയന്റെ രക്ഷകൻ, കാടറിയുന്ന കരുത്തനായ കരിന്തണ്ടൻ. പണിയന്റെ ആദിഗോത്ര കുടിലിൽ പിറന്നു വീണവൻ, ആണഴകിന്റെ 7 അഴക് ചാർത്തിയ പുന്നോമനിക്ക് മൂപ്പൻ മല്ലവൻ കാട്ടാൻ പേരിട്ടു കരിന്തണ്ടൻ. കരിന്തണ്ടൻ ജനിച്ച് 28-ാം നാൾ വസൂരി വന്ന് അവന്റെ അമ്മ മരിച്ചു. ഭാര്യയുടെ വേർപാട് സഹിക്കാൻ വയ്യാതെയാകണം അച്ഛൻ രാക്കൻ ഉൾക്കാട്ടിലേക്കെങ്ങോ നടന്നു പറഞ്ഞു. പിന്നീട് ആരും അയാളെ കണ്ടില്ല. തന്റെ അച്ഛൻ തിരിച്ചു വരുമെന്ന് കരിന്തണ്ടൻ മാത്രം വിശ്വസിച്ചു. അവൻ അച്ഛനെ തേടി ഈ കാട്ടിലാകെ അലയാറുണ്ട്. അങ്ങനെ അച്ഛനെ തേടിയുള്ള യാത്രയാകാം ഈ കാട് മുഴുവൻ അവന് സുപരിചിതമായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടെങ്കിലും കാട്ടുവാസികളുടെ പൊന്നോമനയായി കാടിന്റെ കളിത്തോഴനായി കരിന്തണ്ടൻ വളരുകയാണ്. തീയാട്ടത്തിലും നായാട്ടിലും കമ്പോലക്കെട്ടിലും എല്ലാമുള്ള അവന്റെ പാടവം കണ്ട് ഊരിലുള്ളവർ മൂക്കത്തെ വിരമിച്ചു. കയ്യിൽ വെട്ടിരിമ്പും മുളവടിയുമായി ആടുമാടുകളെ വയ്ക്കാൻ മലമുകളിലേക്ക് പോകുമ്പോൾ കാട്ടുസുന്ദരികൾ ഉള്ളി കണ്ടിട്ട് അവനെ നോക്കി നിൽക്കും. മൂപ്പൻ മല്ലവൻ കാട്ടാന് ഒരു മകളുണ്ട്, കാനന സുന്ദരി കലുങ്ങ. വരുന്ന പൗർണമി നാളിൽ കരിന്തണ്ടന്റെ കാന്തിയാകാൻ പോകുന്ന കലുങ്ങ. പ്രായമായി. ഊരിന്റെ നിയമം അനുസരിച്ച് പുതിയ മൂപ്പനെ തിരഞ്ഞെടുക്കണം. ഊരി മൂപ്പനാവാൻ കടുത്ത പരീക്ഷണങ്ങളാണുള്ളത്. പക്ഷേ അതിലെല്ലാം വിജയിച്ചത് ഒരാൾ മാത്രം, കരിന്തണ്ടൻ. അങ്ങനെ പുറപ്രകാരം അമാവാസി നാളിൽ ഊരിന്റെ മൂപ്പനായി കരിന്തണ്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കാളിയുടെ മുന്നിൽ വിളക്ക് തെളിഞ്ഞു. അധികാര ചിഹ്നമായ ആചാരവള മൂപ്പൻ മല്ലവൻ കാട്ടാൻ കരിന്തണ്ടനെ അണിയിച്ചു. കാട്ടുമക്കളുടെ ആഘോഷരാവ്.
ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം തങ്കൻ കരിന്തണ്ടനെ വന്ന് കണ്ടു. കരിന്തണ്ട, ഊരിന് പുറത്ത് വലിയ തമ്പ്രാക്കന്മാര് താമസമാക്കിയിട്ടുണ്ട്. അവർക്ക് നിന്നെ ഒന്ന് കാണണമത്രേ. നിന്റെ അഭ്യാസ മുറകളൊക്കെ അവർ കണ്ടിരിക്കുന്നു. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ആ കൽപ്പന. എന്നേച്ച് വരാം. തൊപ്പിയിട്ട ചെമ്പന്റെ മുമ്പുള്ള സായിപ്പന്മാരെ കരിന്തണ്ടൻ ആദ്യമായി കാണുകയായിരുന്നു. എഞ്ചിനീയർ റോബർട്ട് വില്യം കരിന്തണ്ടനെ അടിമുടിയൊന്ന് നോക്കി. വെൽക്കം മിസ്റ്റർ കരിന്തണ്ടൻ, യു ആർ മൈ ഗസ്റ്റ്. നിങ്ങളുടെ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. സായിപ്പൻ സംഭാഷണങ്ങൾ തങ്കൻ കരിന്തണ്ടന് വിവരിച്ചു കൊടുത്തു. കരിന്തണ്ട, ഈ മലയുടെ മറുവശം കടക്കാനുള്ള പാതയാണ് നമുക്ക് തീർക്കേണ്ടത്. അത് വെട്ടാനുള്ള ഇടം നീ ഞങ്ങൾക്ക് കാട്ടിത്തരണം. കരിന്തണ്ടൻ സമ്മതിച്ചു. പക്ഷേ അവൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എങ്ക കാട്ടുമക്കൾക്കും കാട്ടിലെ ജീവികൾക്കും ഒരാപത്തും വരക്കൂടാതെ. ഇല്ല, കരിന്തണ്ടൻ വഴി തെളിയിച്ചു തന്നാൽ മാത്രം മതി. നമുക്ക് നാളെ തന്നെ തുടങ്ങാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കരിന്തണ്ടൻ കുറെ ആടുമാടുകളുമായി അടിവാരത്ത്. ഒപ്പം റോബർട്ട് വില്യത്തിന്റെ നേതൃത്വ പ്രകാരം ഒരു സംഘം ബ്രിട്ടീഷ് സൈന്യവും അവിടെ എത്തി. കരിന്തണ്ടൻ ആടുമാടുകളെ മുന്നിൽ നിർത്തി അതിഭയങ്കരമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ശബ്ദം കേട്ട് ആടുമാടുകൾ മലമുകളിലേക്ക് പാഞ്ഞു കയറി. ഏറ്റവും എളുപ്പമാർന്ന വഴികളിലൂടെയാണ് അവർ പോയത്. അവരെ പിന്തുടർന്ന് സൈന്യവും മുന്നോട്ട് നീങ്ങി. അവർ പോകുന്ന വഴികളുടെ എല്ലാം ഒരു രൂപരേഖ റോബർട്ട് വില്യം അടയാളപ്പെടുത്തി. ഓരോ മലഞ്ചെരിവുകളെത്തുമ്പോഴും വീണ്ടും ശബ്ദമുണ്ടാക്കി. കൊല്ലികളും മലഞ്ചെരിവുകളും എല്ലാം കരിന്തണ്ടന് കാണാപ്പാടും. അങ്ങനെ കരിന്തണ്ടൻ കാട്ടിയ മലഞ്ചെരിവുകളിലൂടെ ബ്രിട്ടീഷ് സൈന്യം മുന്നോട്ട് നീങ്ങി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യാത്ര അതീവ ദുർഘടമായി തീർന്നു. കടുത്ത തണുപ്പ്, പകർച്ചവ്യാധികൾ, വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ. 6 പേരാണ് വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. എല്ലാവരും തീരെ അവശരായി. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം പിന്മാറിയില്ല. അവശരായവർക്ക് കരിന്തണ്ടൻ കരുത്ത് പകർന്നു. നടക്കാൻ കഴിയാത്തവരെ ചുമലിലേറ്റി. കാട്ടുചോലകളിൽ നിന്നും വെള്ളം കൊടുത്തു. കാട്ടുമരുന്നുകൾ പറിച്ചു നൽകി. അവർക്കറിയുന്ന ആഹാര സാധനങ്ങളൊക്കെ തീരാറായി. പക്ഷേ കരിന്തണ്ടൻ കായികനികളും പഴങ്ങളും എല്ലാം ബ്രിട്ടീഷുകാർക്ക് യഥേഷ്ടം നൽകി. കരിന്തണ്ടന്റെ കരുത്ത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. 40 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും തീരെ അവശരായി. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം പിന്മാറിയില്ല. റോബർട്ട് വില്യം കരിന്തണ്ടന്റെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി. അങ്ങനെ 3 മാസത്തെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ വയനാടൻ ചുരത്തിന്റെ രൂപരേഖ കരിന്തണ്ടന്റെ പൂർണ്ണ സഹായത്തോടു കൂടി റോബർട്ട് വില്യം പൂർത്തീകരിച്ചു. തന്റെ ദൗത്യം കഴിഞ്ഞ് കരിന്തണ്ടൻ തിരിച്ച് ഊരിലേക്ക് മടങ്ങി. പ്രതിഫലമായി അവൻ ഒന്നും ആഗ്രഹിച്ചില്ല. ഒരു പുതിയ പാത, അത് മാത്രമായിരുന്നു അവന്റെ മനസ്സ്. അങ്ങനെ വയനാടൻ ചുരത്തിന്റെ രൂപരേഖ എഞ്ചിനീയർ റോബർട്ട് വില്യം കേണൽ ഹാംസ്റ്റന് മുന്നിൽ സമർപ്പിച്ചു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ റോബർട്ട് വില്യം. കരിന്തണ്ടനില്ലായിരുന്നെങ്കിൽ എനിക്കിത് സാധിക്കുമായിരുന്നില്ല മിസ്റ്റർ ഹോംസ്റ്റൺ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധമന്മാരായ നമ്മൾ വെറും ഒരു ആദിവാസിയുടെ മുന്നിലാണ് അടിയറവ് പറഞ്ഞിരിക്കുന്നത്. ആ ചരിത്രം അവന്റെ പേരായിരിക്കും വിളിച്ചു പറയുക. കേണൽ മക്ലോദ് പറയുന്നു. അത് മാത്രമല്ല മിസ്റ്റർ ഹോംസ്റ്റൺ, മറ്റ് വിദേശ ശക്തികളും നാട്ടുരാജാക്കന്മാരും ഇതുപോലെ പാത നിർമ്മിക്കാൻ കരിന്തണ്ടനെ ഉപയോഗിക്കാം. അയാൾ അതിസമർത്ഥനാണ്, ദയാശീലനും. അതുകൊണ്ട് കരിന്തണ്ടന് ജീവിച്ചിരിക്കാൻ പാടില്ല. അവർ തോട്ടക്കാരൻ തങ്കനെ വിളിച്ചു വരുത്തി. മിസ്റ്റർ തങ്കൻ, മറ്റൊരു ദൗത്യം കൂടി താങ്കളെ ഏൽപ്പിക്കുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് കരിന്തണ്ടനെ കൂട്ടിക്കൊണ്ടുവരണം. അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല. ഇതാ 100 പൊൻപണം സമ്മാനം. തങ്കൻ ആ പണം വാങ്ങി. യജമാനെ, കരിന്തണ്ടനെ നേരിടുന്നത് അത്ര എളുപ്പമല്ല. അവന്റെ കയ്യിൽ കിടക്കുന്ന ആ വള, അത് വെറും അധികാരച്ചിഹ്നം മാത്രമല്ല, അവന്റെ ശക്തിയുടെ ഉറവിടം കൂടിയാണ്. അതാദ്യം നശിപ്പിക്കണം. എന്ത് ചെയ്തിട്ടായാലും ശരി, നാളെ രാവിലെ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് അവനെ കൂട്ടിക്കൊണ്ടുവരണം. അതിരാവിലെ പുഴയിൽ നീന്തി തുടിക്കുകയാണ് കരിന്തണ്ടൻ. കുളി കഴിഞ്ഞ് കാളിയുടെ മുന്നിൽ തൊഴുതു മടങ്ങിയതിനു ശേഷമാണ് തന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. അന്ന് കരിന്തണ്ടൻ കുളി കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ തന്റെ വള കാണാനില്ല.
കുളിക്കുമ്പോൾ ഊരി വെക്കാനാണ് പതിവ്. ഇന്നിതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. തലമുറകളായി കൈമാറി വന്ന അധികാരവള. കാളിയമ്മേ, എന്റെ വള ആരാണ് മോഷ്ടിച്ചത്? അധികാരവളയില്ലാത്തവൻ കാടിനെതിരായവനാണ്. കാളിയാൽ ശപിക്കപ്പെട്ടവൻ. കാടിന്റെ ശാപം. അയ്യ മലദൈവങ്ങളെ, കാളിയമ്മേ, എന്നെ ശപിക്കരുതേ. ഏങ്ങിക്കരഞ്ഞുകൊണ്ട് കരിന്തണ്ടൻ നടക്കുകയാണ്. കരിന്തണ്ട, ഒന്ന് നിൽക്ക. കരിന്തണ്ടൻ തിരിഞ്ഞു നോക്കി. തങ്കൻ. തങ്കത്തായെ, നീ എങ്കിലും വന്ന് തങ്കത്തായെ, എന്റെ വാള പോയി തങ്കത്തായെ. സത്യമാണോ കരിന്തണ്ട? നീ വിഷമിക്കണ്ട, നമുക്ക് യജമാനെ കാണാം. വഴിവെട്ടാൻ സഹായിച്ചവനല്ലേ നീ. അവർ നിന്റെ വള കണ്ടുപിടിച്ചു തരും. നീ വാ, നമുക്ക് പോവാം. അങ്ങനെ തങ്കന്റെ പിന്നാലെ കരിന്തണ്ടൻ നടന്നു. കുറച്ചു നേരം ചെന്നപ്പോൾ കരിന്തണ്ടൻ ശ്രദ്ധിച്ചു, ഒരു കാൽപെരുമാറ്റം അടുത്തടുത്ത് വരുന്നു. ഇതാ കരിന്തണ്ടൻ നേരെ ബ്രിട്ടീഷ് സൈന്യം ചാടി വീണു. മുന്നിൽ കരിന്തണ്ടൻ നേരെ ചൂണ്ടിക്കൊണ്ട് കേണൽ മക്കള്. തങ്കത്തായെ, ഇതെന്താ? തങ്കൻ ചിരിച്ചു. ഉറക്കെ ചിരിച്ചു. കരിന്തണ്ടൻ അപകടം നടത്തു. അവരുടെ ചൊല്ലി കരിന്തണ്ടൻ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം തങ്കന്റെ അടിവേർ നോക്കി കരിന്തണ്ടന്റെ കാലുകൾ പാഞ്ഞു. തങ്കൻ ദൂരേക്ക് തെറിച്ചു. അതാ ബ്രിട്ടീഷ് പട്ടാളക്കാർ കരിന്തണ്ടൻ നേരെ ചാടി വീഴുന്നു. മിന്നൽ വേഗത്തിൽ കരിന്തണ്ടന്റെ കൈകാലുകൾ പാഞ്ഞു. ബ്രിട്ടീഷ് സൈന്യം 4 ഭാഗത്തേക്കും ചിതറി വീണു. പക്ഷേ തന്റെ വളയില്ലാത്ത കരിന്തണ്ടന് നല്ല ശക്തി ക്ഷയിച്ചു പോകുന്നത് പോലെ അവർ കൊമ്പിയുന്ന പട്ടാള ഉദ്യോഗസ്ഥൻ കരിന്തണ്ടന്റെ പിന്നിലായി വന്ന് അവന്റെ കൈകൾ പിന്നിലേക്ക് ചേർത്ത് വെച്ചു. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം കേണൽ മക്ലോദ് കരിന്തണ്ടൻ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. കരിന്തണ്ടനെ പുലി പിടിച്ചു എന്ന വാർത്ത കേട്ടാണ് അടുത്ത ദിവസം കാടുടർന്നത്. കലിമ ബോധമറ്റ് നിലത്ത് വീണു. നിഷ്കളങ്കരായ കാട്ടുവാസികളുടെ ആ കരച്ചിൽ കാട്ടിലെങ്ങും മാറ്റൊലി കൊണ്ടു. ആദ്യം രൂപകൽപ്പന ചെയ്യപ്പെട്ട ആ പാത പിന്നീട് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പണിയാളന്മാരുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ വാഹനങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിലുള്ള 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പണി പൂർത്തീകരിച്ചു. പക്ഷേ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു സാധനങ്ങളുമായി പോകുന്ന ചരക്ക് വാഹനങ്ങളും കാളവണ്ടികളും കൊക്കയിലേക്ക് മറിയുന്നത് നിത്യസംഭവമായി. കരിന്തണ്ടന്റെ ആത്മാവ് അതിവിടെ ആകെ അലയുന്നു. അതാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണം. കരിന്തണ്ടന്റെ ആത്മാവിനെ ഇല്ലാതാക്കണം. മന്ത്രവാദിയുടെ കരിന്തണ്ടന്റെ ആത്മാവിനെ ഈ മരത്തിൽ സംഗല കൊണ്ട് ബന്ധിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുട്ടികളെ, ഇതാണ് ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്ന കരിന്തണ്ടന്റെ കഥ. ഞങ്ങൾ എല്ലാവരും വയനാട് ചുരം നിർമ്മിച്ച ആ ധീരനായ ആദിവാസി മൂപ്പന്റെ പ്രതിമയെയും ആ ചങ്ങലമരത്തെയും നോക്കി നിന്നു. പിന്നീട് സാറിനൊപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി. ഞങ്ങളുടെ ചുണ്ടിലെ ആ ഗാനത്തിനൊപ്പം വണ്ടിയും മുന്നോട്ട് നീങ്ങി.
കരിന്തണ്ടന്റെ കഥ ഇങ്ങനെ അവസാനിക്കുന്നു. അഭിവാദ്യങ്ങൾ.